നമസ്കാരം. സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷാജി കുഞ്ഞുമോൻ. പ്രധാന വാർത്തകൾ. മഴക്കാലത്തോടനുബന്ധിച്ച് പകർച്ചവ്യാധികൾക്കെതിരെയുള്ള രോഗപ്രതിരോധ നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി. ഡെങ്കിപ്പനി വ്യാപകമാകുന്ന പ്രദേശങ്ങളിൽ പ്രത്യേക പരിശോധന നടത്തും. ജില്ലയിൽ കാലവർഷം ആരംഭിക്കുന്നതിന് മുമ്പായി ഭക്ഷ്യവ്യാപാരികൾ ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. സുരക്ഷിതവും ശുചിത്വപരവുമായ ഭക്ഷണം ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകണമെന്നും അധികൃതർ. ആഘോഷ നിറവിൽ മുടപ്പല്ലൂർ വേല. മുടപ്പല്ലൂർ അഴിക്കുളങ്ങര ഭഗവതി ക്ഷേത്ര വേല മഹോത്സവം വർണ്ണാഭമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. മഴക്കാലത്തോടനുബന്ധിച്ച് പകർച്ചവ്യാധികൾക്കെതിരെയുള്ള രോഗപ്രതിരോധ നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി. കാലവർഷമായ വിവിധ പകർച്ചവ്യാധി രോഗങ്ങൾ വർദ്ധിക്കാനുള്ള സാഹചര്യം കണക്കിലെടുത്ത് ജാഗ്രത പാലിക്കാനും സംയുക്ത പരിശോധന നടത്താനും തീരുമാനിച്ചു. ഡെങ്കി, എലിപ്പനി, ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയ രോഗങ്ങൾക്കെതിരെയുള്ള പൊതുജന സഹകരണത്തോടെയുള്ള പ്രവർത്തനങ്ങൾ അനിവാര്യമാണെന്നും ജില്ലാ കലക്ടർ വ്യക്തമാക്കി. ഡെങ്കിപ്പനി വ്യാപിക്കുന്ന പഞ്ചായത്ത് പ്രത്യേക പരിശോധന നടത്തും. കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് എലിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കാനും ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു. ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TV റോഷ്, ഡോക്ടർ ഗീതു മറിയ, ഡോക്ടർ കാവ്യ കരുണാകരൻ, PV സാജൻ എന്നിവർ പങ്കെടുത്തു. ജില്ലയിൽ കാലവർഷം ആരംഭിക്കുന്നതിന് മുമ്പായി ഭക്ഷ്യവ്യാപാരികൾ ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. ഉയർന്ന ഈർപ്പം, മഴവെള്ളം, വെള്ളക്കെട്ട്, കീടശല്യം എന്നിവ മൂലം ഭക്ഷ്യവസ്തുക്കൾ മലിനമാകാനും ഭക്ഷ്യജന്യ രോഗങ്ങൾ വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, ബേക്കറികൾ, കൂൾബാറുകൾ, കാറ്ററിംഗ് യൂണിറ്റുകൾ, ഭക്ഷ്യനിർമ്മാണ സ്ഥാപനങ്ങൾ, സൂപ്പർ മാർക്കറ്റുകൾ, പച്ചക്കറി പഴ വിൽപ്പന കേന്ദ്രങ്ങൾ തുടങ്ങിയവയെല്ലാം ഭക്ഷ്യവ്യാപാര സ്ഥാപനങ്ങളും ചട്ടങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കണം. കാലവർഷത്തിന് മുൻപായി സ്ഥാപനങ്ങൾ ശുചീകരിക്കുക, മേൽക്കൂരയിലെ ചോർച്ചകൾ പരിഹരിക്കുക, വെള്ളക്കെട്ട് ഒഴിവാക്കുക തുടങ്ങിയ നിയന്ത്രണ നടപടികൾ സ്വീകരിക്കണം. സുരക്ഷിതവും ശുചിത്വപരവുമായ ഭക്ഷണം ഉപഭോക്താക്കൾക്ക് നൽകുന്നത് ഓരോ ഭക്ഷ്യവ്യാപാരികളുടെയും നിയമപരമായും സാമൂഹ്യപരമായും ഉള്ള ഉത്തരവാദിത്തമാണ്. ഷൊർണൂർ കാരക്കാട് നിയന്ത്രണം വിട്ട കാർ വൈദ്യുത പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. കവളപ്പാറ ഐക്കോൺസ് ആശുപത്രിക്ക് സമീപം ഗോകുലം വീട്ടിൽ ഗോപകുമാറാണ് മരിച്ചത്. കാരക്കാട് കമ്പനിപ്പടിയിൽ വെച്ചാണ് അപകടം സംഭവിച്ചത്. ഷൊർണൂരിൽ നിന്നും കാരക്കാട്ടേക്ക് വരുന്നതിനിടെ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലും പിന്നീട് തെങ്ങിലും ഇടിച്ച് നിൽക്കുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ ഗോപകുമാറിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചു. പാലക്കാട് കുളപ്പുള്ളിയിൽ ബസ്സിനടിയിൽപ്പെട്ട് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. വാടാനംകുറിശി പറക്കുന്നത്ത് വീട്ടിൽ സുനിലാണ് മരിച്ചത്. 50 വയസ്സായിരുന്നു. പട്ടാമ്പിയിൽ നിന്നും ഷൊർണൂരിലേക്ക് പോവുകയായിരുന്ന ബസ് ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സുനിലിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചു. നെല്ലിയാമ്പതി ചുരം പാതയിൽ കാട്ടാനയ്ക്ക് മുന്നിൽ അകപ്പെട്ട അധ്യാപകൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചുരംപാതയിൽ വളവിൽ കാട്ടാനയ്ക്ക് മുന്നിൽ അകപ്പെട്ട അധ്യാപകൻ ബൈക്ക് നിർത്തി ഓടി രക്ഷപ്പെട്ടു. നെല്ലിയാമ്പതി ചുരംപാതയിൽ അയ്യപ്പൻതിട്ടിന് താഴെയുള്ള വളവിൽ വെച്ച് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. നെല്ലിയാമ്പതി സീതാർകുണ്ട് ഗവൺമെന്റ് LP സ്കൂളിലെ അധ്യാപകനായ നെന്മാറ നെല്ലിപ്പാട സ്വദേശി R ശ്രീജിത്താണ് കാട്ടാനക്കുട്ടിയുടെ മുന്നിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. രാവിലെ സ്കൂളിൽ വന്ന് ഉച്ചയോടെ തിരിച്ചിറങ്ങുന്നതിനിടെയാണ് സംഭവം. ബൈക്കിൽ ചുരംപാത ഇറങ്ങുന്നതിനിടെ വളവ് തിരിഞ്ഞതുമാണ് കുട്ടി കൊമ്മനെ കണ്ടത്. പെട്ടെന്ന് ബൈക്ക് നിർത്തിയതും കുട്ടിയാന ബൈക്കിനടുത്തേക്ക് ഓടി വരികയായിരുന്നു. ഓടി വരുന്നത് കണ്ട് ബൈക്ക് പാതിയിൽ തന്നെ നിർത്തി ഇറങ്ങി ഓടുകയായിരുന്നുവെന്ന് സുജിത്ത് പറഞ്ഞു. ആന ബൈക്കിനടുത്ത് എത്തിയെങ്കിലും പിന്നീട് തിരിഞ്ഞു നിന്നു. അരമണിക്കൂറോളം പാതിയിൽ നിന്നോടെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി മുടങ്ങി. ചുരംപാതയിൽ പരിശോധന നടത്തുന്ന വനപാലകരായ സുജാത, രാജേഷ് എന്നിവർ സ്ഥലത്തെത്തി വാഹനങ്ങളെയും പാതയിലേക്ക് ഇറങ്ങിയ സഞ്ചാരികളെയും നിയന്ത്രിക്കുകയും ചെയ്തു. സാധാരണ സ്കൂളിലേക്ക് പോകുന്ന വഴി കാട്ടാനെ വഴിയിൽ കാണാറുണ്ടെങ്കിലും ആദ്യമായാണ് മുന്നിലേക്ക് ഓടി വരുന്നതെന്നും അധ്യാപകനായ ശ്രീജിത്ത് പറഞ്ഞു. മങ്ങരണ്ടാം കുഞ്ചിയാർപതിയിൽ നാശം വിധിച്ച് കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കാട്ടാന ശല്യത്തിന് അറുതിയില്ലാതെ കുഞ്ചിയാർപതി. രാധാകൃഷ്ണന്റെ പറമ്പിലിറങ്ങിയ കാട്ടാന ഏലം, കുരുമുളക്, തെങ്ങ് തുടങ്ങിയ കൃഷികൾ നശിപ്പിച്ചു. പകൽ സമയത്ത് വീടിന് മുന്നിൽ പറമ്പിലെത്തിയ കാട്ടാനയെ ഓടിക്കാൻ പടക്കം പൊട്ടിക്കുന്നതിനിടെ കൈവിരലുകൾക്കും കൈപ്പത്തിക്കും ഗുരുതരമായി പരിക്കേറ്റ രാധാകൃഷ്ണൻ സർജറിക്ക് ശേഷം വിശ്രമത്തിലാണ്. പകൽ സമയത്തും ആനയിറങ്ങാൻ തുടങ്ങിയതോടെ കർഷകർക്കോ തൊഴിലാളികൾക്കോ കൃഷിയിടത്തിൽ പോകാൻ പോലും പറ്റാത്ത സ്ഥിതിയാണുള്ളത്. കാട്ടാനയെ ഉൾക്കാട്ടിലേക്ക് കയറ്റിവിട്ട്
ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള അടിയന്തര നടപടികൾ ബന്ധപ്പെട്ടവർ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വർണ്ണം വിതറി മുടപ്പല്ലൂർ അഴിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ വേല ആഘോഷം. വ്യാഴാഴ്ച നായ്ക്കര വേല ആഘോഷിച്ചു. പുലർച്ചെ 5-ന് പ്രത്യേക പൂജകളോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. 11:45-ന് ദീപാരാധന, ഈടുവെടി, കേളിപ്പറ്റ് എന്നിവയ്ക്ക് ശേഷം നാലമ്പലത്തിൽ നിന്നും എഴുന്നള്ളത്ത് ആരംഭിച്ചു. പന്തപ്പറമ്പ് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നും വാദ്യം നാലമ്പലത്തിനെത്തുന്നതോടെ ധർമ്മശാസ്താവിനെ വാൽക്കണ്ണാടിയിൽ ആവാഹിച്ച് തിടമ്പേറ്റി. തുടർന്ന് പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടെ 7 ആനകൾ അണിനിരുന്ന എഴുന്നള്ളത്ത് ആരംഭിച്ചു. പഞ്ചവാദ്യത്തിന് ചോറ്റാനിക്കര സുഭാഷ് നാരായണ മാരാർ നേതൃത്വം നൽകി. എഴുന്നള്ളത്ത് ചക്കാന്തറ വഴി അഴിക്കുളങ്ങര ക്ഷേത്രത്തിന് സമീപമുള്ള പന്തലിൽ അണിനിരുന്നതോടെ മേളം ആരംഭിച്ചു. മേളത്തിന് പനങ്ങാട്ടിരി മോഹൻ നേതൃത്വം നൽകി. 10-ന് തൃത്തായമ്പകിയും ഉണ്ടായിരുന്നു. ശനിയാഴ്ച പുലർച്ചെ കുതിര എഴുന്നള്ളത്ത്, പഞ്ചാരിമേളം എന്നിവയ്ക്ക് ശേഷം നാലമ്പലത്തിലേക്ക് തിരിച്ചെഴുന്നള്ളത്ത് നടന്നു. ഞായറാഴ്ച രാത്രി 9-ന് മന്നത്ത് കളി, തിങ്കളാഴ്ച രാത്രി 8-ന് താലപ്പൊലി എന്നിവയ്ക്ക് ശേഷം കൂറ പുഴക്കലോടെ വേല സമാപനമാകും.